ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നാം ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നത് എന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഇവിടെ ആത്മാവിലുള്ളതാകുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം കാണുന്നത്. പൗലോസ് പറയുമ്പോൾ ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. പലപ്പോഴും നമ്മൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പലതും നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നത് പാപമാണ്. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും എന്ന് 1 ശമൂവേലിൻ്റെ പുസ്തകം 12:23 കാണുമ്പോൾ, യാക്കോബ് 4:17 നാം വീണ്ടും കാണുന്നു, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപമാണ് എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുന്നതിനെയാണ് സാധാരണയായി പാപമായി കണക്കാക്കാറുള്ളത്. എന്നാൽ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നതും ദൈവം മുൻപാകെ പാപമാണ് എന്ന് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അഥവാ വീണ്ടും പ്രാർത്ഥനയുടെ ശക്തി എന്താണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ, അപ്പോസ്തലന്മാർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 4:31 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു മല്ലയുദ്ധമാണ്. അഥവാ നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു എന്നാണ് കൊലോസ്യ ലേഖനം 4:12 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ പ്രാർത്ഥന അതൊരു ചെറിയ കാര്യമല്ല, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമുള്ളത് അല്ല. മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 42:10 നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീണ്ടും ആ പ്രാർത്ഥനയിൽ ചില നാം അറിഞ്ഞിരിക്കേണ്ടുന്നതായ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്നാമത്, പ്രാർത്ഥനയിൽ നിലവിളി ഉണ്ടായിരിക്കണം എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അഥവാ ആ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 6:19 നമുക്കത് കാണുവാനായിട്ട് കഴിയും. ദൈവവചനം വായിച്ചു കേട്ടപ്പോൾ യോശിയാവ് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായി 2 രാജാക്കന്മാരുടെ പുസ്തകം 22:19 നമുക്ക് കാണാവുന്നതാണ്. രണ്ടാമത്, പ്രാർത്ഥനയിൽ സ്തോത്രം അഥവാ നന്ദി പ്രകടനം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദാനിയേലിനെതിരായി രേഖ എഴുതിയിരിക്കുമ്പോൾ ദാനിയേൽ മുമ്പേ ചെയ്തു വന്നതുപോലെ ദൈവസന്നിധിയിൽ ചെന്ന് മുട്ടുകുത്തി ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. രേഖ വിപരീതമായിട്ടാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് എങ്കിലും താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദൈവത്തിന് നന്ദി പ്രകടനമായി സ്തോത്രം കരയറ്റുന്നതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അടുത്തത് യാചനയാണ്. ആ 3-ാമത്തെ ഘടകം. നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ നിന്നവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ എന്നാണ് നമുക്ക് 2 ദിനവൃത്താന്തം 6:35 കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തന്നെ അതേ അധ്യായം 24:29 യാചനയും അതേപോലെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നതും ഒത്തൊരുമിച്ച് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തേണ്ടത് ആവശ്യമാണ്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച്
തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്ന് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7:14 നമുക്ക് കാണാവുന്നതാണ്. അടുത്തതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയില് ഏറ്റുപറച്ചില് എപ്പോഴും ആവശ്യമാണ്. എസ്രാ ഇങ്ങനെ ദൈവാലയത്തിന് മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ അവിടെ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേല്യരുടെ ഏറ്റവും വലിയൊരു സഭ അവന്റെ ചുറ്റും അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു എന്ന് എസ്രായുടെ പുസ്തകം 10:1 നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടുത്തതായിട്ട് അതിൽ കണ്ണുനീര് ആവശ്യമാണ്. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു എന്ന് ദൈവം ഹിസ്കിയാവിനോട് അരുളി ചെയ്യുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു എന്ന് ഹന്നായെക്കുറിച്ച് 1 ശമൂവേൽ 1:10 നമ്മൾ കാണുന്നു. മറ്റൊരു കാര്യം സംഗീതമാണ്. അതെ, സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും, എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ എന്ന് 42:8 നാം കാണുന്നു. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ അവരെ അടിച്ച് മുറിവേൽപ്പിച്ച് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവിടെ ഉയർത്തിയ ആ സംഗീതമാണ് ആ പ്രാർത്ഥനയായി അതെ പരിണമിച്ചുകൊണ്ട് അവര് വിടിവിക്കപ്പെട്ടു പോരുന്നതൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുമല്ലോ. അതെ, നാം യഥാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയേക്കാൾ ആത്മാവിലുള്ള ആത്മനിറവിൽ നിറഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതെ നമുക്ക് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുവാൻ, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നശിച്ചു പോകുന്ന ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഉയരത്തിലെ കൃപ ലഭിക്കും. അതിനായി ആത്മാവിൽ ശക്തിയോടെ ആത്മനിറവിൽ പ്രാർത്ഥിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ജീവിപ്പിക്കും, അങ്ങനെ ജീവിപ്പിക്കും, അങ്ങനെ ജീവിപ്പിക്കും, അങ്ങനെ ജീവിപ്പിക്കും. ഈ മരുയാത്രയിൽ തളർന്നിടാതെ അങ്ങനെ ജീവിപ്പിക്കും. ഈ മരുയാത്രയിൽ തളർന്നിടാതെ അങ്ങനെ ജീവിപ്പിക്കും.